ഹലോ 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 ഇങ്ങോട്ട് ഹലോ ഗൈസ്. ആ ഗൈസ് ഇത് ചീരോട് വെട്ടയില്ല. പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. ഹലോ നമസ്കാരം, ഞാൻ രാകേഷ് ബാബുവാണ്. നമ്മളിപ്പോൾ ഒരു പുതിയ വീഡിയോ ചെയ്യാൻ പോവാണ്. വെളുപ്പിനെയാണ്. ഇപ്പം ഏകദേശം മണി 4:30 ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടി കൊണ്ട് കൊല്ലം എന്താണ് ആശ്രമ മൈതാനത്തിൽ വെച്ചിട്ട് ഒരു ഓട്ടോ എക്സ്പോ നടക്കുന്നുണ്ട് നാളെ. അതായത് ഇന്ന് വെളുപ്പിനെ അല്ല, ശരിയാണല്ലോ, ഇന്ന് നാളെ. അതായത് നമ്മുടെ എത്ര ഡേറ്റ്? 11. ഇന്ന് 2. അപ്പൊ നമ്മുടെ 3, 4 അവിടെ എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ പുതിയതായിട്ടൊരു കോംബി വാൻ ചെയ്തായിരുന്നു. അപ്പൊ അതെല്ലാം വണ്ടിയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറും കൂടെ വണ്ടിയിൽ കയറ്റാനുണ്ടാക്കി. ഇന്നലെ രാത്രി തന്നെ നമ്മൾ എല്ലാം കയറ്റി റെഡിയാക്കി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇത് കയറ്റാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അത്രയും സമയം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനി ഇലക്ട്രിക് സ്കൂട്ടറും കൂടെ കയറ്റിയിട്ട് നേരെ കൊല്ലത്തേക്ക് പോവാം. അപ്പൊ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. കോളേജിലാണ് പോണെന്നും പറഞ്ഞ് വിളിച്ചെല്ലാത്തിനും ഇങ്ങനെ തന്നെ ഇങ്ങനെ കിടന്നത് ഇന്നലെ രാത്രി. ബാക്കി അപ്പൊ നമ്മളിനി ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. പോണ വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ ഇടക്കിടക്ക് നിർത്തി പറയാം. ഓക്കെ. പിരിട്ടായതുകൊണ്ട് ചിലപ്പോൾ വണ്ടി കാണിക്കാൻ പറ്റിയൊന്നും വരില്ല, എന്നാലും നോക്കാം. ഓക്കെ ഓക്കെ. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേറൊരു വണ്ടിയുണ്ട്. 1-2 വണ്ടിയുണ്ട്. വരുന്ന വഴി കുറേ പൊടിയൊക്കെ പിടിച്ചു കേട്ടാ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇവിടെ നമുക്ക് ഇവിടെ വണ്ടി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. സുഡു എന്താണ് പറയാനുള്ളത്? നല്ല വെള്ളമുണ്ട്, തുടച്ചാൽ പോണില്ല. ശരി, തുടച്ചോണ്ടിരിക്കണ ഞാൻ പിന്നെ എന്നോട് അങ്ങാടി വരാൻ പറയാം. ഇതെന്നാണ് മൊത്തം കറുപ്പായ ചട്ടിയുടെ കറുപ്പായ ചട്ടിയുടെ നല്ലടാ കറുപ്പയ്യ.
കൈവശം എൻ്റെ ബാലഗോപാലനെ നമ്മളിപ്പോൾ എവിടെയാ കൊല്ലം എത്തി കൊല്ലം എക്സ്പോ നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയുടെ അറേഞ്ച് ചെയ്യാനായിട്ട് സ്പേസൊക്കെ ഇട്ടിട്ടുണ്ട് അവർ. ഇപ്പോൾ ഇവിടെ കൊണ്ട് അറേഞ്ച് ചെയ്യണം. എന്നിട്ടെന്താ നടക്കണം, കാഴ്ചകളൊക്കെ ഉണ്ട്. എന്നിട്ട് എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങാം. അല്ലല്ല അവിടെ കുറെ പക്ഷിയൊക്കെ ഉണ്ട്, അതൊക്കെ പോയി കാണിച്ചാലേ കാണിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് പ്രോഗ്രാം തുടങ്ങുന്ന ടൈമിൽ ഓക്കെ എല്ലാം കൊണ്ട് നടന്ന് കാണിക്കാം. ഓക്കെ ഗൈസ് ഓക്കെ. സുഡു സുഡു പറഞ്ഞോ. ടീമേന്നല്ല, യൂട്യൂബാ. അത് കട്ട് ചെയ്ത് പറഞ്ഞോ. അപ്പോൾ നമ്മൾ ആശ്രമ മൈതാനത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ദിവസമാണ്. അവിടെ ചെന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണിക്കാം. എല്ലാവരും ഉണ്ട്. തക്കടും ഉണ്ട്, ശ്രീരാമനുണ്ട്, നമ്മുടെ ഡ്രൈവറുണ്ട്, ജിനു ബ്രോ ഡ്രൈവറാണ്. പിന്നെ അപ്പുറത്ത് മാറിയിട്ട് അവന്റെ പേരെന്താണ്? അഖിൽ, സത്യം ബ്രോ. എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മൾക്ക് അവിടെ അൽബു ബ്രോ കോളിങ്ങിലുണ്ട്. അവിടെ ചെന്ന് കാണാം. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെല്ലാം. ചെന്നിട്ട് ബാക്കി സാധനങ്ങളൊക്കെ അവിടെ. ഇപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്ന ഈ സ്ഥലം ഏതാണ്? ഇതിപ്പോ നമ്മളുള്ള എവിടെയാ? ചാമക്കട. ചാമക്കടയിലുണ്ട്. ചാമക്കടയിൽ നമ്മൾ നേരെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കുന്നു. അതിനുശേഷം എക്സ്പോ ഒക്കെ കാണിക്കാം. ഇപ്പോൾ പ്രോട്ടീൻ പറഞ്ഞിട്ട് വണ്ടി നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയിരിക്കണം. അപ്പുറത്തെ ഹോട്ടലിൽ അവരുണ്ട്. നല്ല അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ട്. നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. സ്ഥലത്തിട്ടോ ആശ്രമ മൈതാനത്തിലുണ്ട്. ഇവിടെ ജംബോ സർക്കസ് നടക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ഓണം മേള. പിന്നെ ഇതാണ് നമ്മുടെ എക്സ്പോ നടക്കുന്ന സ്ഥലം. ഇവിടെ എല്ലായിടത്തും നമ്മൾ ഇന്ന് കയറി അറ്റൻഡ് ചെയ്യാണ്ട്. ആദ്യം നമ്മൾ എക്സ്പോയിലേക്ക് പോകണം. വണ്ടി എല്ലാം ഇതിനകത്തുണ്ട്. അവിടെ കാണാം. ഇന്നലെ വെച്ചതാണ്, ഇന്നലെ കൊണ്ട് പണയം വെച്ചതാണ്. ഇനി ഇവിടെ എന്തെങ്കിലും കിട്ടിയിട്ട് വേണം അങ്ങോട്ട് കയറാൻ. അതെ, ആദ്യം എന്തെങ്കിലും കഴിക്കണം. 12 മണിയായി. ടീമേ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ 12:15 നല്ല വിശപ്പുണ്ട്. അതെ, നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല. നോക്കിയാ വാതിക്കൽ ഒരു കവാടം പോലെയൊക്കെ അവർ സെറ്റ് ചെയ്ത്. താജ്മഹള വെള്ള ചുവന്ന പിന്നെ എന്തുവാണ് തക്കടുവാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ ആദ്യമായിട്ടല്ലേ തന്നെ എന്ത് കൊല്ലത്ത് ഈ സ്ഥലം ആശ്രമ മൈതാനത്തിൽ ആദ്യമായിട്ടാണ്. നമ്മൾ ഇന്നലെ കൊണ്ട വണ്ടി വെച്ചിട്ട് പോയി. പക്ഷെ നമുക്ക് ഇന്നലെ ഇങ്ങോട്ട് രാത്രി ആയതുകൊണ്ട് വരാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വരുവാണ്. ഇവനെന്താണ് ഐസ്ക്രീം മേടിക്കണേ? ഇവന് ഇത് തന്നെ പണിയാണ്. ഇത് തന്നെ പണി അല്ല, ഇത് തന്നെ മിക്കവാറും ഇവിടെ മറ്റേ പാത്രം കഴുകാൻ നിർത്തുന്നതാണ്. ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഫുഡും തന്നിട്ടില്ല. അത് ഞാൻ ഒന്ന് പറഞ്ഞു, അത് ഞാനിവിടെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ എക്സ്പോയിലേക്ക് പോവാം. അവിടെ കുറേ കിടിലൻ വണ്ടികളൊക്കെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ കാണാം. എന്താണ് ലംബോർഗിനിയുടെ പോർഷെ ഉണ്ട്, പിന്നെ നമ്മുടെ വണ്ടിയുണ്ട്, എല്ലാ ലോഡ്ജ് ഉണ്ട്. അപ്പോൾ എല്ലാം അവിടെ ചെന്നിട്ട് നേരിട്ട് കാണാം. അപ്പോൾ നേരെ അങ്ങോട്ട് പോയാലോ? വരൂ ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ വലിയൊരു സ്റ്റേജൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാ വന്നു? ഇപ്പോൾ നമ്മൾ എക്സ്പോ നടക്കുന്ന ഗ്രൗണ്ടിലോട്ട് വന്നു. ഇവിടെ ഇന്നലെ നമ്മുടെ DJ പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഇന്ന് നമുക്ക് പ്രതാപിൻ്റെ ചെറിയല്ലോ വലിയ ഗാനമേള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാം, വൈകിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ നേരെ നമ്മളെ വണ്ടി ഒക്കെ വെച്ചിരിക്കുന്ന എക്സ്പോ ഗ്രൗണ്ടിലേക്ക് കയറാൻ പോവാം. ഇതിൻ്റെ ഉള്ളിലാണ് സംഭവം. ഓപ്പൺ അല്ലെന്ന് തോന്നുന്നു. ഇടവഴി കയറേണ്ടി വരുന്നതാണ്. നോക്കാം. വന്ന് കയറിയപ്പോ തന്നെ ഇതാ മഞ്ഞക്കാറാണ് കണ്ടത്. അതിനകത്ത് പച്ചക്കാർ. I don't really know what comes next. I'm just
by thirst, I'm inspired by worth. I desire your worst, so you can just hide while I work. I ain't tired, you first. I'll write a second, third verse about the lies you go disperse. You never did shit, I know it hurts. ഒരെണ്ണം എടുക്കണ്ടേ? ഇല്ല. ഇതിന്റെ ഹൈറ്റ് ഒന്ന് നോക്കി, ഈ വണ്ടിയുടെ ഹൈറ്റ് ഒന്ന് നോക്കി. Good afternoon. ഇതേ ഹാരം എല്ലാ ദിവസവും ഭയങ്കരമാണ്. ഞങ്ങളെടുക്കും ഇയാളുടെ ചാനലിൽ ഏതാണ് ചെറിയ വണ്ടി. ഇദ്ദേഹമാണ് അടുത്ത ഇദ്ദേഹമാണ് ഹൾക്കിന്റെ ആരായിട്ട് വരും. സുഡൂസിനെ പറ്റി ഞാനാദ്യം പറയാം. അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ജാടയായിട്ട് തോന്നും, പക്ഷെ വെറും പാവം. അത് ഞങ്ങളെല്ലാം ഇന്നലെ പറയേണ്ടത്. ആ ചിരിയിലാണ് ഹൈലൈറ്റ്. പിന്നെ ആ ഒരു ഡൗൺ ടു എർത്ത് വരത്തില്ല, ആ വണ്ടി പോലും അത്രയും വരത്തില്ല, അതിനേക്കാൾ ലോവർ ആവണം അങ്ങനെ ഡൗൺ ടു എർത്ത് മനസ്സുകൊണ്ട്. പിന്നെ ഈ കൈകൾ വെറും കൈകളല്ല, ഒരുപാട് ആ വണ്ടികളെല്ലാം സത്യം പറയാം പക്കയാട്ടോ, ഒന്നും പറയല്ല. ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നപ്പോഴാണ് അറിയാം, നമ്മുടെ അവിടെ ഇവിടെ അല്ല, 2 വർഷം കൊറോണയ്ക്ക് മുന്നേ സൈനിക്സ് ഒക്കെ ഉണ്ട്. വീഡിയോ നമ്മളെ കൊടുത്തോ. ഇനി എല്ലാവരും ബാക്കിലോട്ട് തിരിഞ്ഞോളൂ. അക്ഷയ പ്ലീസ് കുണ്ടി മാറ്റും. സ്ഥലം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പോയുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് ഇതിൻ്റെ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. പോകുന്ന സമയത്ത് ഒരുപാട് രാത്രിയായി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയെല്ലാം അവിടെ വെച്ചിട്ട് പോരേണ്ടി വന്നു. ഇനിയിപ്പോൾ നമുക്ക് 18-ാം തീയതി പോയി വണ്ടീനെ തിരിച്ചെടുത്തുകൊണ്ട് പോകണം. അതുപോലെ കൊണ്ടാണ് നമ്മളിതിൻ്റെ ഈ ഓടിച്ച് കാണിക്കുന്ന വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ.
പിന്നെ നമ്മളിത് ഇവിടെ പുതിയൊരു സാധനം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ വരുന്നുണ്ട്. ലാൻഡ് റോവറിൻ്റെ പഴയ മോഡൽ ഒരെണ്ണം ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കോംബിവാൻ്റെ റണ്ണിങ് വീഡിയോ ചെയ്യാനുണ്ട്. പിന്നെ ഒരു ജീപ്പ് ചെയ്തായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള താമസം കൊണ്ടാണ് ഇത്രയും ദിവസം നമ്മൾ വീഡിയോ ഇടാനായിട്ട് വൈകിയത്. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഉടനെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒരു വണ്ടിയുടെ ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഉണ്ട്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാം. അപ്പോൾ എന്താ പറയുക, വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.